Hello everyone, welcome back to our channel Ncert Malayalam. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 8ലെ ചാപ്റ്റർ 4 ഹിസ്റ്ററി ട്രൈബൽസ് ഡൈക്കൂസ് ആൻഡ് ദി വിഷൻ ഓഫ് എ ഗോൾഡൻ ഏജ്. അപ്പോൾ ഇത് നമ്മൾ 3 പാർട്സ് ആക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾ ചാപ്റ്റർ 1, 2, 3 എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, ബാക്കി സമയത്തൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് ഇൻ അവർ ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിലെ എല്ലാ മൊമെൻറ്റ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് തുടങ്ങാം കേട്ടോ. Tribals Dikus and the vision of a golden age. In 1895, a man named Birsa was seen roaming the forest and villages of Chota Nagpur in Jharkhand. People said he had a miraculous powers. He could cure all diseases and multiply grain. Birsa himself declared that God had appointed him to save his people from trouble, free them from the slavery of Dikus. Soon, that is outsiders, soon thousands began following Birsa, believing that he was Bhagwan, that is God, and he had come to solve all their problems. അപ്പോൾ 1895 ബിർസ എന്ന് പറയുന്ന ഒരാൾ ചോട്ടാ നാഗ്പൂരിലുള്ള, അതായത് ഇപ്പോഴത്തെ ഒരു സെൻട്രൽ പാർട്ടിലുള്ള, ഇന്ത്യയുടെ സെൻട്രൽ പാർട്ടിൽ, ജാർഖണ്ഡ് പാർട്ടിലുള്ള ഒരു വില്ലേജിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ റോം ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തിന് എന്താണ് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മിറാക്കുലസ് പവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ മിറാക്കുലസ് പവർ? ഹി കുഡ് ക്യൂർ ഓൾ ഡിസീസസ് ആൻഡ് മൾട്ടിപ്ലൈ ഗ്രെയിൻ. അപ്പോൾ ധാന്യങ്ങളെ ഇരട്ടിപ്പിക്കാനും അതുപോലെ തന്നെ പല അസുഖങ്ങളെ ക്യൂർ ചെയ്യാനും മാറ്റാനുള്ള ഭയങ്കര ശക്തി ആർജിച്ചൊരു കഴിവ് അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു. ആർക്ക്? ബിർസയ്ക്ക്. ബിർസ ഹിംസെൽഫ് ഡിക്ലയർഡ് ദാറ്റ് ഗോഡ് ഹാഡ് അപ്പോയിൻറ്റഡ് ഹിം ടു സേവ് ഹിസ് പീപ്പിൾ ഫ്രം ട്രബിൾ, free from the slavery of Dikus. Soon thousands began following Birsa, believing that he was Bhagwan, that is God, and had come to solve all their problems. അപ്പോൾ അവിടെ ആൾക്കാർ വിചാരിച്ചതെന്ന് വെച്ചാൽ ദൈവം അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് ഡൈക്കൂസിൻ്റെ, അതായത് ഔട്ട്സൈഡേഴ്സ്, ദാറ്റ് ഇസ് ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അവരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ ഭഗവാനായിട്ട്, ഗോഡായിട്ടാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. അത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റിയ ഒരാൾ. Birsa was born in the family of Muntas, a tribal group that lived in Chota Nagpur, but his followers included other tribals of the region, Santals and Orions. ബിർസ മുൻടാസിൻ്റെ ഫാമിലിയിലാണ് ജനിച്ചത്. അത് മുൻടാസ് എന്ന് പറയുമ്പോൾ ചോട്ടാ നാഗ്പൂരിലുള്ള ട്രൈബൽ ഗ്രൂപ്പാണ്. അവരുടെ ഫോളോവേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ സാന്തൽസും ഒറയോൺസൊക്കെ. വെരി ഇമ്പോർട്ടൻറ്റ്, സാന്തൽസ് ആൻഡ് ഒറയോൺസ്. All of them in different ways were unhappy with the challenges they were experiencing and the problems they were facing under British rule. Their family ways of life seemed to be disappearing. Their livelihoods were under threat and their religion appeared to be in danger. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ബ്രിട്ടീഷേഴ്സിൻ്റെ, അതായത് അവരനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഒക്കെ, അതായത് ബ്രിട്ടീഷേഴ്സ് കാരണം അവരനുഭവിക്കുന്ന, ബ്രിട്ടീഷ് റൂൾ കാരണം അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണമൊക്കെ എല്ലാവരും അൺഹാപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ജീവിതമാർഗ്ഗമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി. എല്ലാവരുടെയും ലൈവ്ലിഹുഡ്സിലൊക്കെ ത്രെറ്റൻഡായി. റിലീജിയൻസൊക്കെ, അവരുടെ മതമൊക്കെ എന്തായി, ഡേഞ്ചറിലായി എന്നൊക്കെയാണ് ഈ ഒരു 2 പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. What problems did Birsa set out to resolve? Who were the outsiders being referred to as Dikus, and how they enslaved the people of the region? What was happening to the tribal people under the British? How did their lives change? These are some of the questions you will read about in this chapter. അപ്പോൾ എന്തൊക്കെയായിരുന്നു ബിർസയുടെ പ്രോബ്ലംസ്, എങ്ങനെയൊക്കെയാണ് സോൾവ് ആയത്, എന്തുകൊണ്ടാണ് ഡൈക്കൂസിനെ, അതായത് ഔട്ട്സൈഡേഴ്സിനെ ഡൈക്കൂസ് എന്ന് വിളിച്ചത്, എന്തുകൊണ്ടാണ് അവരുടെ റീജിയനെ എൻസ്ലേവ്ഡ് ആയിപ്പോയത്, അല്ലേ, അടിമത്തത്തിലായിപ്പോയത്, എന്താണ് ബ്രിട്ടീഷ് റൂൾ കാരണം ട്രൈബൽ പീപ്പിളിൻ്റെ ഇടയിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. യു വിൽ റീഡ് അബൌട്ട് ദി ട്രൈബൽ സൊസൈറ്റീസ്. ലാസ്റ്റ് ഇയർ മോസ്റ്റ് ട്രൈബ്സ് ഹാഡ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ദാറ്റ് were very different from those laid down Brahmins.
These societies also did not have a sharp social divisions and were characteristic of caste societies. All those who belonged to the same tribe thought of themselves as sharing common ties of kinship. However, this did not mean that there were no social and economic differences within the tribes. അപ്പോൾ ട്രൈബൽ സൊസൈറ്റീസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാകും. ഈ ട്രൈബ്സിൻ്റെ കസ്റ്റംസ്, ഓരോ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളെ ബ്രാഹ്മൺസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതായത് അവരുടെ സൊസൈറ്റിക്ക് പക്ഷേ ഒരു സോഷ്യൽ ഡിവിഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെ വിഭജനങ്ങളോ ഒന്നുമില്ല. എല്ലാ സൊസൈറ്റീസിനെ പോലെ തന്നെയാണ്. പക്ഷേ ഓരോ ട്രൈബിലുള്ള ആൾക്കാർ ബിലോങ് ചെയ്തിട്ടുള്ളവർക്ക് ഓരോ ബ്ലഡ് റിലേഷനാണ്. കിൻഷിപ്പ് എന്ന് പറയുന്നത് ബ്ലഡ് റിലേഷനാണ്. അത് വിചാരിച്ച് ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ ഇങ്ങനെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡിഫറൻസസ് ഉണ്ടോ, സാമ്പത്തിക അതുപോലെ തന്നെ സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ഇല്ല എന്ന് പറയുന്നില്ല. Then this is a photo of women of the Dongeria Gada tribe in the Orissa wade through the river on the way to the market. അവർ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. ആരായിരുന്നു ഈ ട്രൈബൽ പീപ്പിൾസ്? ഡൊങ്കേരിയ ഗദ ട്രൈബാണ്. ഇവർ റിസൈഡ് ചെയ്യുന്നത് ഒറീസയിലാണ്. അപ്പോൾ എനിക്ക് ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് സാറ് അസൈൻമെൻറ്റ് തന്നത് ഈ ഒരു പോർഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് പഠിപ്പുര, പണ്ട് മലയാള മനോരമയിലുണ്ടായിരുന്ന ബുധനാഴ്ചകളിൽ കിട്ടുന്ന പഠിപ്പുരകളുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ദിവസം ട്രൈബൽസിനെ പറ്റിയൊക്കെയുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അസൈൻമെൻറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അതിൽ ഫോട്ടോഗ്രാഫ്സൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. ഹൗ ഡിഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് ലീവ്? എങ്ങനെയാണ് ട്രൈബൽ ഗ്രൂപ്പ് ജീവിക്കുന്നത്? അപ്പോൾ എന്താണ് അവരുടെ ജോലികൾ എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബൈ ദ 19th century, tribal people in different parts of India were involved in variety of activities. Some were gem cultivators. Some of them practiced gem cultivation, that is shifting cultivation. This was done on small patches of land, mostly in forest. The cultivators cut the tree tops to allow sunlight to reach the ground and burn the vegetation on the land to clear it for cultivation. They spread the ash from the firing, which contained potash to fertilize the soil. അപ്പോൾ ഇവരിൽ പലരും ഒരു കൂട്ടം ജം കൾട്ടിവേഷന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഒരു സ്ഥലത്ത് നിന്ന് കൾട്ടിവേറ്റ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്നത് വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഒരു ചെറിയ ചെറിയ പാച്ചസ് ഓഫ് ലാൻഡിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ ഏരിയ ഓഫ് ലാൻഡിലാണ് ഫോറസ്റ്റിലുള്ള കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഇവർ ട്രീ ടോപ്സ് കട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ എന്താവും, സൺലൈറ്റിന് നേരെ ഗ്രൗണ്ടിലേക്ക് എത്താൻ കഴിയും. എന്നിട്ട് വെജിറ്റേഷന് ബേൺ ചെയ്തിട്ട് അത് കൾട്ടിവേഷന് വേണ്ടി ക്ലിയർ ചെയ്യും. അത് ട്രീസ് എല്ലാം കത്തിക്കും. അപ്പോൾ എന്നിട്ട് ഈ ആഷ്, ഈ ഫയറിങ്ങിലുള്ള കിട്ടിയ ഈ ആഷിൽ എന്തുണ്ടാവും, പൊട്ടാഷ് ഉണ്ടാവും. ഈ അരിയിൽ അല്ലെങ്കിൽ ആഷിൽ, ചാരത്തിൽ പൊട്ടാഷ് ഉണ്ട്. അതെന്ത് ചെയ്യും, നമ്മുടെ സോയിലിനെ ഫലഭൂഷ്ടമാക്കും, ഫെർട്ടിലൈസ് ചെയ്യും. അങ്ങനെ അവർ ട്രീസ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക ആക്സൊക്കെയാണ്. ഇങ്ങനെ സോയിൽ ഇങ്ങനെ മാന്താൻ വേണ്ടി, സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹോ ആണ്, ഒരു ഷാർപ്പ് ടൂൾ ഇൻസ്ട്രുമെൻ്റ് ആണ് കൾട്ടിവേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അവർ സീഡ്സ് എല്ലാം വെതറിയിട്ട് സീഡ്സ് എല്ലാം ഇങ്ങനെ സ്കാറ്റർ ചെയ്യും. അതായത് ബ്ലോ വെച്ചിട്ട്, അതായത് കലപ്പ് വെച്ചിട്ട് ലാൻഡ് ഉഴുതു മറിക്കുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ഹോ വെച്ചിട്ട് ഒന്ന് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം, അതായത് ഒന്ന് മാന്തിയതിന് ശേഷം സോയിൽ, എന്നിട്ട് അവരെന്ത് ചെയ്യും, സീഡ്സ് വിതറാൻ തുടങ്ങും. അങ്ങനെ സീഡ്സ് എല്ലാം വിതറി ഇപ്പോൾ പ്ലാന്റ് എല്ലാം ഉണ്ടായതിനു ശേഷം, once a crop was ready and harvested, they moved to another field. A field that had been cultivated once was left fallow for several years. അങ്ങനെ അവർ ക്രോപ്പ് എല്ലാം റെഡി ആയതിനു ശേഷം അവരെന്ത് ചെയ്യും, വേറൊരു ഫീൽഡ് തപ്പി നടക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ നേരത്തെ കൾട്ടിവേറ്റ് ചെയ്ത ലാൻഡ് എന്ത് ചെയ്യും, അവർ കുറേ കാലം ഫാലോ ആക്കി മാറ്റും. അതായത് ദേ വിൽ ലെഫ്റ്റ് അൺകൾട്ടിവേറ്റഡ്. ഫാലോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉപയോഗശൂന്യമാക്കിയിട്ടിട്ട് അവർ പോകും. അതായത് അപ്പോഴാണ് ആ സോയിലിൽ എന്ത് ചെയ്യുക, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴുള്ളൂ ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, അതായത് ഫലപുഷ്ടി തിരിച്ചു കിട്ടും അല്ലേ. കുറേ കാലം കൾട്ടിവേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്ലാന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി തിരിച്ചു കിട്ടും. ഇതവരെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, ജം കൾട്ടിവേറ്റേഴ്സ്, ദാറ്റ് ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. Shifting cultivators were found in the hilly and forested tracts of northeast and central India. ഇവർ കാണുന്നത് ഹില്ലി ആൻഡ് ഏരിയാസ് ഓഫ് നോർത്ത് ഈസ്റ്റിലും സെൻട്രൽ ഇന്ത്യയിലൊക്കെയാണ്. The lives of the tribal people depended on free movement within the forest and on being able to use the land and forest for growing their crops. ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ മൂവ്മെൻ്റ് അനുസരിച്ചിരിക്കും. അതായത് എവിടെയാണോ, ഏത് ലാൻഡിലാണോ അവർ യൂസ് ചെയ്യുന്നത്, അതായത് ഏത് ക്രോപ്സാണ് അവർ വളർത്തുന്നത് എന്നൊക്കെ അനുസരിച്ചിരിക്കും. ദാറ്റ് ഈസ് ദ ഓൺലി വേ ദേ കുഡ് പ്രാക്ടീസ് ജിം കൾട്ടിവേഷൻ. അങ്ങനെയാണ് അവർ ജിം കൾട്ടിവേഷന് പ്രാക്ടീസ് ചെയ്യാറ്.
സം വർ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദേഴ്സ്. അപ്പോൾ ചിലർ ആരാണ്? ഹണ്ടേഴ്സാണ്, വേട്ടയാടുന്നവരാണ്. ചിലരെന്താണ്? ഗ്യാദറേഴ്സ്, അതായത് ഇങ്ങനെ കളക്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അത് അന്വേഷിച്ച് കളക്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നേരത്തെ പഠിച്ചത് ജം കൾട്ടിവേറ്റേഴ്സിനെ പറ്റിയാണ്. ഇനി ആരൊക്കെയാണ് ഇവർ? ഏത് ട്രൈബൽ ഗ്രൂപ്പ്സാണ് ഹണ്ടേഴ്സ്, ഏത് ട്രൈബൽ ഗ്രൂപ്പ്സാണ് ഗ്യാദറേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൊങ്കരിയ ഖന്ത ഒറീസയിലുള്ള അവർ ഹോം പെൻറ്റാനസ് ലീവ്സ് ഫോർ ദ ഫോറസ്റ്റ് ടു മേക്ക് പ്ലേറ്റ്സ്. അപ്പോൾ ഹോം പെൻറ്റാനസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലകളെടുത്തിട്ട് പ്ലേറ്റുകളാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രംഗമാണ്. ഇവർ ഏത് ഗ്രൂപ്പായിരുന്നു? ഡൊങ്കരിയ ഖന്ത. അപ്പോൾ ഇൻ മെനി റീജിയൻസ് ട്രൈബൽ ഗ്രൂപ്പ്സ് ലിവ്ഡ് ബൈ ഹണ്ടിങ് ആനിമൽസ് ആൻഡ് ഗാദറിംഗ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ദേ സോട്ട് ഫോറസ്റ്റ് ആസ് എൻ എസെൻഷ്യൽ ഫോർ സർവൈവൽ. ദ ഗോൺസ് വേർ സച്ച് എ കമ്മ്യൂണിറ്റി ലിവിങ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ഒറീസ. ഈ ട്രൈബൽ പീപ്പിൾസ് എന്ത് ചെയ്യും? അവർ ഇങ്ങനെ വേട്ടയാടിയിട്ട് ഹണ്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിനുള്ള ഒരു സർവൈവലിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ഐറ്റംസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒറീസയിലുള്ള ഗോണ്ടുകൾ അല്ലേ, ഈ പറഞ്ഞ ഡൊങ്കരിയ ഗോൺസ് ഒക്കെ ആയിരുന്നു. They regularly went on collective hunts and then divided the meat among themselves. They ate fruits and roots collected from the forest and cooked food with the oil extracted from the seeds of sal and mahua. അപ്പം ഇവരെന്ത് ചെയ്തു? ഇങ്ങനെ വേട്ടയാടിയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അവരുടെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്തിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം റൂട്ട്സും എല്ലാം കഴിക്കുമായിരുന്നു കുക്ക് ചെയ്തിട്ട്. അതിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്ന കോക്കനട്ടോ സൺഫ്ലവർ ഓയിലോ അല്ല. അതായത് സാൽ മഹുവ എന്ന് പറയുന്ന ട്രീയുടെ സീഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നൊരു ഓയിലാണ്. They used many forest shrubs and herbs for medicinal purposes and sold forest produce in the local markets. The local weavers and leather workers turned to the cones when they needed supplies of kusum and polash flowers to color their clothes and leather. അപ്പോൾ ഇവർ വേറെ കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ ഷ്രബ്സും ഹെർബ്സും ഒക്കെ വെച്ചിട്ടാണ് അവർ മെഡിസിനൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ചില പ്രൊഡക്ട്സ് എന്ത് ചെയ്യും? ഇവർ ലോക്കൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ലോക്കൽ വീവേഴ്സിലെ, അതായത് ലോക്കലായിട്ടുള്ള നെയ്ത്തുകാർക്കും അതുപോലെ തന്നെ ലെതർ വർക്കേഴ്സിനൊക്കെ അവരെ സഹായിക്കുമായിരുന്നു. എങ്ങനെ? ഈ കുസും പൊലാഷ് ഫ്ലവേഴ്സൊക്കെ അവിടെ കാണുന്ന ഫോറസ്റ്റിൽ കാണുന്ന പ്രൊഡക്ട്സാണ്. ഈ കുസും പൊലാഷ് ഫ്ലവേഴ്സൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ക്ലോത്ത്സിനും അതുപോലെ തന്നെ ലെതറിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ലെതറും ക്ലോത്ത്സ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കുസും എന്ന് പറയുന്നത് ക്ലോത്ത്സിന് കളർ കൊടുക്കാനും, പൊലാഷ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ലെതറിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫ്രം വേർ ഡിഡ് ദി ഫോറസ്റ്റ് പീപ്പിൾ ഗെറ്റ് ദ സപ്ലൈസ് ഓഫ് റൈസ് ആൻഡ് അതർ ഗ്രെയിൻസ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഈ ഗ്യാദർ ചെയ്ത് കിട്ടുന്ന ഫോറസ്റ്റ് പ്രൊഡക്ട്സ് മാത്രമാണോ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാൻ പറ്റുക? അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ അരി സാധനങ്ങൾ, റൈസസ് എല്ലാം കിട്ടുന്നത്, അല്ലെങ്കിൽ വേറെ ധാന്യങ്ങൾ, ഗോതമ്പെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അറ്റ് ടൈംസ് ദേ എക്സ്ചേഞ്ച് ഗുഡ്സ് ഗെറ്റിംഗ് ദാറ്റ് ദേ needed in return for their valuable forest produce. അപ്പോൾ എന്ത് ചെയ്യും? വാല്യുബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡ്യൂസ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. ഈ പറയുന്ന റൈസസ് ആൻഡ് ഗ്രെയിൻസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അറ്റ് അതർ ടൈംസ് ദേ ബോട്ട് ഗുഡ്സ് വിത്ത് ദ സ്മോൾ എമൗണ്ട് ഓഫ് ഏർണിങ്സ് ദേ ഹാഡ്. സം ഓഫ് ദം ഡിഡ് ഓഡ് ജോബ്സ് ഇൻ ദ വില്ലേജസ് ക്യാരിയിങ് ലോഡ്സ് ഓർ ബിൽഡിംഗ് റോഡ്സ് വൈൽ അതേഴ്സ് ലേബർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് പെസൻസ് ആൻഡ് ഫാമേഴ്സ്. ചിലരെന്ത് ചെയ്യും? ഇങ്ങനെ വാല്യുബിൾ സാധനങ്ങളൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന മണിയെല്ലാം വെച്ചിട്ടാണ് ചിലരെന്ത് ചെയ്യുന്നത്? ഗ്രെയിൻസും റൈസസൊക്കെ വാങ്ങുന്നത്. ചില ആൾക്കാർ വ്യത്യസ്തമായ ജോലികൾ, അതായത് വില്ലേജസിൽ പോയിട്ട് ലോഡ് എടുക്കാനും റോഡ് ബിൽഡ് ചെയ്യാൻ സഹായിക്കാനും പെസൻസിൻ്റെ പാടത്ത് ഇങ്ങനെ ലേബറായിട്ട് വർക്ക് ചെയ്തൊക്കെ ചെയ്തിരുന്നു. When supplies of forest produce shrank, tribal people had to increasingly wander around in search for work as laborers. അപ്പോൾ ഫോറസ്റ്റ് സപ്ലൈസ് എപ്പോഴാണ് ഇങ്ങനെ കുറയുന്നത്? ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യുക? അവർക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തവർ അവർ ഫോറസ്റ്റ് മൊത്തം കറങ്ങും. എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലേബറിങ് വർക്കിന് വേണ്ടിയിട്ട് കറങ്ങുമെന്നാണ് പറയുന്നത്. But many of them, like the Baigas of central India, they were reluctant to do work for others. The Baigas saw themselves as people of the forest who could only live on the produce of the forest. It was below the dignity of Baiga to become a laborer. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൈഗാസിനെ പറ്റി പറയാണ്. ബൈഗാസ് ആരായിരുന്നു? ബൈഗാസ് മാത്രം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജോലിക്ക് പോവില്ല. കാരണം they were reluctant to do workers. Do you know why? എന്തുകൊണ്ടാണെന്നറിയോ?
അതായത് അവർ വിചാരിച്ചത് ഫോറസ്റ്റിലെ ഏറ്റവും വലിയ ആൾക്കാർ അവർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് മാത്രം ഫോറസ്റ്റ് ഉള്ളത്, ഫോറസ്റ്റിലെ പ്രൊഡ്യൂസ് എല്ലാം അവർക്കുള്ളതാണെന്ന് വിചാരിച്ചിരുന്നു. അവരുടെ ഒരു ഡിഗ്നിറ്റിയിലെ അവരുടെ ഒരു അവർക്ക് കുറച്ചിലായിരുന്നു ലേബറായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ബൈഗാസിന്. എവിടെയായിരുന്നു ബൈഗാസ് താമസിച്ചിരുന്നത്? സെൻട്രൽ ഇന്ത്യയിൽ കാണുന്ന ബൈഗാസിന് ഒരു കുറച്ചിലായിരുന്നു അവരിങ്ങനെ ലേബറായിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ. Tribal groups often needed to buy and sell in order to able to get the goods that were produced within the locality. അപ്പോൾ അവർക്ക് ഇങ്ങനെ ലൊക്കാലിറ്റീൻ്റെ അടുത്ത് കിട്ടുന്ന സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനുള്ള ഒരു പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു. ലൊക്കാലിറ്റിയിൽ ഇല്ലാത്ത സാധനങ്ങൾ കേട്ടോ. Tribal groups often needed to buy and sell in order to able to get goods that were not produced within locality. അവരുടെ ഇടയിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ വിൽക്കാനും വാങ്ങാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദിസ് ലെഡ് ടു ദ ഡിപ്പെൻഡൻസ് ഓൺ ട്രേഡേഴ്സ് ആൻഡ് മണി ലെൻഡേഴ്സ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന കാര്യം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് അവർക്ക് സാധനങ്ങൾ വേണമെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വിൽക്കാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ ട്രേഡേഴ്സിനെയും മണി ലെൻഡേഴ്സിനെയൊക്കെ എപ്പോഴും അവരെന്ത് ചെയ്തു, ഡിപ്പെൻഡ് ചെയ്തിരുന്നു അല്ലേ, അവരെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. The traders came around with the things for sale and sold the goods at higher prices. Money lenders gave loans with which the tribals met their cash needs, adding what they have earned, but the interest charged on the loans were usually very high. So for the tribals, markets and commerce often meant debt and poverty. They therefore came to see the money lender and trader as evil outsiders and caused their misery. അപ്പോൾ ട്രൈബൽസിനെ പറഞ്ഞു നമ്മൾ എപ്പോഴും മണി ലെൻഡേഴ്സിനെയും ട്രേഡേഴ്സിനെയൊക്കെ ആയിട്ട് എപ്പോഴും ഒരു കണക്ഷൻ വേണം, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് വേണം. അവരെപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ ട്രേഡേഴ്സിനെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിരിക്കും അല്ലേ. ദേ വിൽ സെൽ ഗുഡ്സ് അറ്റ് ഹൈ പ്രൈസസ്. ആ ഒരു ട്രേഡേഴ്സൊക്കെ. മണി ലെൻഡേഴ്സ് എന്ത് ചെയ്യും, ഇവർക്ക് ഇങ്ങനെ അവരുടെ ഏർണിങ്സ് കൂടാതെ അവരുടേതായിട്ടുള്ള വട്ടച്ചിലവിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ കൊടുക്കുമായിരുന്നു, ലോണായിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവർ വാങ്ങുന്ന ഇൻട്രസ്റ്റ്, അതായത് അതിൽ നിന്ന് അവർ വാങ്ങുന്ന പലിശ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ട്രൈബൽസിന് ഈ പറയുന്ന മണി ലെൻഡേഴ്സും ട്രേഡേഴ്സൊക്കെ എപ്പോഴാണ് എന്താണ്, ഡെപ്റ്റ് ആൻഡ് പോവേർട്ടിക്ക് തുല്യമാണ്. ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ കടമെന്നും പോവേർട്ടി എന്ന് പറയുന്ന ദാരിദ്ര്യത്തിനും തുല്യമാണെന്നാണ്. അപ്പോൾ ഈ മണി ലെൻഡേഴ്സും ട്രേഡേഴ്സും അവർക്കൊരു ഈവിളായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഔട്ട്സൈഡേഴ്സാണ്. എപ്പോഴും അവർക്ക് മിസറി കോസ് ചെയ്യും, എപ്പോഴും അവർക്ക് സങ്കടം മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. സം ഹേർഡ് ആനിമൽസ്. ചില ആൾക്കാർ എന്ത് ചെയ്തു, ആനിമൽസിനെ ഹേർഡ് ചെയ്തു. നമ്മൾ പറഞ്ഞു ചില ആൾക്കാർ എന്താണ് ജം കൾട്ടിവേറ്റേഴ്സാണ്, ചില ആൾക്കാർ ഹണ്ടേഴ്സാണ്, ചില ആൾക്കാർ ഗ്യാദറേഴ്സാണ്, ചില ആൾക്കാർ എന്താണ് ഇങ്ങനെ ഗുഡ്സ് എല്ലാം സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ്. ചിലരെന്ത് ചെയ്തു, നമ്മുടെ ആനിമൽസിനെ ഹേർഡ് ചെയ്യാൻ തുടങ്ങി അല്ലേ, ആനിമൽസിനെ ഇങ്ങനെ വളർത്താൻ തുടങ്ങി. മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് lived by herding and rearing animals. They were pastoralists who moved with their herds of cattle or sheep according to the seasons. When the grass in one place were exhausted, they moved to another area. അതായത് ഇങ്ങനെ കുറേ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ത് ചെയ്തു, ഈ ആനിമൽസിനെയൊക്കെ ഇങ്ങനെ ഹേർഡ് ചെയ്യാൻ തുടങ്ങി അല്ലേ, വളർത്താൻ തുടങ്ങി, മേയാനും വളർത്താനൊക്കെ തുടങ്ങി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരൊക്കെ പാസ്റ്ററാലിസ്റ്റുകളായിരുന്നു. അവരെന്ത് ചെയ്തു, ഒരു സീസൺ അനുസരിച്ച് വേറെ സീസണിലേക്ക് ഇങ്ങനെ നമ്മുടെ കാറ്റിലിനെയും ഷീപ്പിനെയും കൊണ്ടൊക്കെ പാലായനം ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഏത് സ്ഥലത്താണോ ഈ പറയുന്ന പുല്ലെല്ലാം കുറയുന്നത്, അങ്ങനെ അവർ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് മൂവ് ചെയ്യുമായിരുന്നു. എക്സാമ്പിൾസ് പറയുകയാണ്, വൻ ഗുജാൾസ് ഓഫ് പഞ്ചാബ് ഹിൽസും ലബഡീസ് ഓഫ് ആന്ധ്രാപ്രദേശൊക്കെ കാറ്റിൽ ഹേർഡേഴ്സ് ആയിരുന്നു. ഗഡീസ് ഓഫ് കുളു ഷെപ്പേർഡ്സ് ആയിരുന്നു, ആട്ടിടയന്മാരായിരുന്നു. അതുപോലെ തന്നെ ബക്കർവാൾസ് ഓഫ് കാശ്മീർ എന്ത് ചെയ്യുന്നു, ഗോഡ്സ് ആണ് അവർ റിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ഹിസ്റ്ററി ബുക്കിലൊക്കെ പഠിക്കുന്നതാണ്. ഇനി ഒരു സോഴ്സ് 1 കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. എ ടൈം ടു ഹണ്ട്, എ ടൈം ടു സോ, എ ടൈം ടു മൂവ് ടു ന്യൂ ഫീൽഡ്. ഒരു സമയത്ത് ഹണ്ട് ചെയ്യും, ഒരു സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെ വിത്ത് വിതയ്ക്കും, ഒരു സമയത്ത് പുതിയ സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യും. ഹാവ് യു എവർ നോട്ടീസ് ദാറ്റ് പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് ഡു നോട്ട് ഷെയർ ദ സെയിം നോഷൻ ഓഫ് വർക്ക് ആൻഡ് ടൈം? ദ ലീവ്സ് ഓഫ് ദ ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ആൻഡ് ദ ഹണ്ടേഴ്സ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് വർ റെഗുലേറ്റഡ് ബൈ കാലണ്ടർ ആൻഡ് ഡിവിഷൻ ഓഫ് ടാസ്ക് ഫോർ മെൻ ആൻഡ് വുമൺ. അപ്പോൾ പലരും പല സൊസൈറ്റിയിലുള്ള പല ടൈപ്പ് ആൾക്കാരും പല ജോലികൾ പല സമയങ്ങളിലായിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സിൻ്റെയും ഹണ്ടേഴ്സിൻ്റെയും ഒക്കെ ഡിഫറെൻറ്റ് റീജിയൻസിലുള്ള ആൾക്കാരാണ്. അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, കലണ്ടറും അവർക്ക് കൊടുക്കുന്ന അവരുടെ പുരുഷന്മാർക്കും സ്ത്രീകളും കൊടുക്കുന്ന ടാസ്കുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബാരിയർ ഈൽ ബീൻ
a British anthropologist who lived among the Baigas and Gonds of central India for many years in the 1930 and 1940s, gives a picture of the what is the calendar and division of task were like. He writes. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വാരിയർ എൽവിൻ എന്ന് പറയുന്നൊരു ആന്ത്രപ്പോളജിസ്റ്റ് അല്ലേ, നമ്മൾ മനുഷ്യന്മാരെ പറ്റി പഠിക്കുന്ന ഒരാൾ. അവർ ബൈഗാസിൻ്റെ കൂടെയും ഗോൺസിൻ്റെ കൂടെയും കുറച്ച് കാലം താമസിച്ചിട്ട് എന്തൊക്കെയാണ് അവരുടെ കലണ്ടറും, എന്താണ് കലണ്ടറും, അതുപോലെ തന്നെ എന്തൊക്കെ ടാസ്കുകളാണ് അവരിൽ ഡിവൈഡ് ചെയ്തതെന്നൊക്കെ നോക്കാം. അപ്പോൾ ടൈമിംഗ് ആണ് ഈ പറയുന്ന ചൈത്ത്, അതുപോലെ തന്നെ ബൊദോൺ, ഇസാത്ത് എന്നൊക്കെ പറയുന്നത് ഒക്കെ ടൈമിംഗ് ആണ്. അപ്പോൾ ആ സമയത്ത് ഇവരെന്തൊക്കെയാണ് ബൈഗാസും ഗോൺസൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. ചൈത്തിൽ എന്താണ്, വുമൻസ് എല്ലാം ഇങ്ങനെ സ്റ്റോക്സ് എല്ലാം ക്ലിയർ ചെയ്യും, അതുപോലെ തന്നെ മെൻസ് എല്ലാം എന്ത് ചെയ്യും, വലിയ വലിയ ട്രീസ് എല്ലാം കട്ട് ചെയ്തിട്ട് അവരുടെ ഹണ്ടിങ്ങിലേക്ക് പോകും. അങ്ങനെ ഹണ്ടെല്ലാം തുടങ്ങുന്നത് സമയം എന്ന് പറയുന്നത് ഏകദേശം ഫുൾ മൂൺ ടൈമാണ്. അപ്പോൾ ട്രാപ്സ്, ബാമ്പൂ കൊണ്ട് ട്രാപ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് വുമൻസ്, ആ സമയത്ത് വുമൻസൊക്കെ എന്ത് ചെയ്യും, സാഗോ, ടാമറിൻ, മഷ്റൂംസ് എല്ലാം പോയി കളക്ട് ചെയ്യും. ബൈഗ വുമൻസിന് എന്ത് ചെയ്യുക, ഗണ്ടയുടെ അല്ലെങ്കിൽ മഹുവ സീഡ്സിൻ്റെ റൂട്ട്സ് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സെൻട്രൽ ആദിവാസീസിൽ നോക്കുകയാണെങ്കിൽ ബൈഗാസ് ആയിരുന്നു ബെസ്റ്റ് ആയിട്ടുള്ള ഹണ്ടേഴ്സ്. വൈശാഖിലല്ലേ, അതായത് ഏപ്രിൽ മാസങ്ങളിലൊക്കെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഫയറിങ്ങിൻ്റെ സമയമാണ്. വുമൻസ് എന്ത് ചെയ്യും, അൺബേൺഡ് ആയിട്ടുള്ള കത്തിക്കാത്ത വിറകെല്ലാം പോയി കളക്ട് ചെയ്യും. മെൻ എന്ത് ചെയ്യും, ആണുങ്ങളൊക്കെ എന്ത് ചെയ്യും, ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ അടുത്തുള്ള വില്ലേജസിലേക്കൊക്കെ പോകും. ജത്ത് എന്ന് പറയുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, അങ്ങനെ വിത്ത് വിതറാൻ തുടങ്ങും. അതുപോലെ തന്നെ ഹണ്ടിങ് ഒക്കെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന സമയമാണ്. ഫ്രം ആസാദ് ടു ബോധോൺ എന്ന് പറയുന്ന ടൈമിൽ മെൻ എന്ത് ചെയ്യും, ഫീൽഡിൽ വർക്ക് ചെയ്യും. ഖൗറിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഖൗറാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഫസ്റ്റ് ആയിട്ടുള്ള റൈപ്പൻ സീഡ്സും ഫ്രൂട്ട്സ് എല്ലാം ഫോം ചെയ്യും. കാർത്തിക് കുത്കിയിൽ ഇങ്ങനെ ഈ റൈപ്പൻ ചെയ്ത സാധനമൊക്കെ ഫുള്ളി റൈപ്പൺ ആകും. അഖാനിൽ എവറി ക്രോപ്പ് എന്താകും, എല്ലാ ക്രോപ്സും റെഡിയാകും. ഇപ്പോൾ പസ് എന്ന സമയത്തിലാണ് നമ്മുടെ വിന്നോയിങ് അല്ലേ, അതായത് ചേർന്നത്, അരിയെല്ലാം നമ്മൾ ചേറില്ലേ ഇങ്ങനെ കല്ലെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ സമയത്ത് പസ്സിലാണ് ഈ വിന്നോയിങ് ഒക്കെ നടക്കുന്നത്. ഈ പസ് ടൈമിലാണ് ഇവരുടെ ഇടയിൽ ഈ നൃത്തങ്ങളും അതുപോലെ തന്നെ മാരേജസ് അല്ലേ, കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മകത്തിൽ എന്ത് ചെയ്യും, ഇവർ പുതിയ ബീവാഴ്സായിട്ട് മാറും. അതായത് ഹണ്ടിങ് ആയിരിക്കും അവരുടെ മേജറായിട്ടുള്ള ആക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു പിക്ചറിൽ ഫിഗർ 4 നിങ്ങൾക്ക് സാന്തൽ ഗേൾ ഇങ്ങനെ കത്തിക്കാനുള്ള വിറക് കൊണ്ടുനടക്കുന്നത് കാണാം. ഇത് 1946 പിക്ചറാണ്. ചിൽഡ്രൻ ഗോ ടു their mothers to the forest to gather forest produce അല്ലേ, അതായത് അവരുടെ മദേഴ്സിൻ്റെ കൂടെ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകും. ദ സൈക്കിൾ ഡിസ്ക്രൈബ്ഡ് അബൌട്ട് ടുക്ക് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് ഇയർ. ഈ ഫസ്റ്റ് ഇയറിൽ നടക്കുന്ന സൈക്കിളാണ് നിങ്ങൾ മഘ, ജൈത്ത എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായത്. സെക്കൻഡ് ഇയറിൽ എന്താണ്, there were more time to hunting as a few crops had to be sown and harvested. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ എന്താകുമെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രോപ്സ് എല്ലാം കുറച്ച് എൻ്റെ ആവശ്യമുള്ളൂ, ഹാർവെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഹണ്ട് ചെയ്യാനൊക്കെ കൂടുതൽ ടൈം കണ്ടെത്തും. ബട്ട് സിൻസ് ദർ വാസ് ഇനഫ് ഫുഡ് ഫോർ ദ മെൻ ഇൻ ദ ബീവാഴ്സ്, ഇറ്റ് വാസ് ഓൺലി ഇൻ ദ തേർഡ് ഇയർ ദാറ്റ് ദ ഡയറ്റ് ഹാഡ് ടു ബി സപ്ലിമെൻറ്റഡ് വിത്ത് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ അവർക്ക് അത്യാവശ്യം ക്രോപ്സ് എല്ലാം കിട്ടി, ഫസ്റ്റ് ഇയറിൽ അത്യാവശ്യം ക്രോപ്സ് എല്ലാം കിട്ടിയോണ്ട് സെക്കൻഡ് ഇയറിലും അതിന് അവർക്ക് കഴിക്കാനൊക്കെ രീതിയിലുള്ള ഫുഡെല്ലാം ബാക്കി ഉണ്ടാകും. അപ്പം ഇവർ തേർഡ് ഇയറിൽ മാത്രമേ അവർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് വെച്ചിട്ട് അവരുടെ ഡയറ്റെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ്, ഫോറസ്റ്റ് സപ്ലിമെൻറ്റ്സ് വെച്ചിട്ടാണ് അവരുടെ ഡയറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ടൈമിംഗ് ആണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതോടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കേട്ടോ, സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നതാണ്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൽ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു എവരി വൺ, താങ്ക് യു ഓൾ.